ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പോൾ റംസാൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് മുറിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് ദാഹിക്കുകയോ വിശക്കുകയോ ചെയ്യുമ്പോൾ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് വേണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാനായിട്ട് അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും നല്ലൊരു സ്മൂത്തിയും. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. ഞാൻ അതിനെടുത്തിരിക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ടൊമാറ്റോയുമാണ്. ക്യാരറ്റ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. വലിയൊരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നാരങ്ങ ഒരെണ്ണം ഫുള്ളായിട്ട്, പിന്നെ വലിയ 2 ടൊമാറ്റോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ജ്യൂസ് പഞ്ചസാരയിട്ടും ഉപ്പിട്ടിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ജ്യൂസിന് കൂടുതൽ ഇണങ്ങുന്ന ടേസ്റ്റ് ഉപ്പിൻ്റെയാണ്. അത് തന്നെയല്ല, നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇത്രയും നല്ല ഗുണമുള്ള സാധനങ്ങൾ, നല്ല പച്ചക്കറികളൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിനകത്തോട്ട് പഞ്ചസാര ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ അൺഹെൽത്തി ആയിപ്പോവും. അപ്പോൾ വളരെ പേരിന് ഒരു 1/4 ടീസ്പൂൺ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/3 ടീസ്പൂണ് ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അൺഹെൽത്തി ആവത്തുമില്ല. കാരണം ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ആദ്യം ഒഴിക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ്. പിന്നെ പഞ്ചസാര ഞാനിപ്പം നിങ്ങൾക്ക് പഞ്ചസാര തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് അടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിയാൻ നല്ല പാടായിരിക്കും. നാരങ്ങയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് ബാക്കി പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് നിറയെ പെഷഡായിട്ട് കിടക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കളയാതെ അങ്ങനെ തന്നെ കുടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണം അതാണ്. ഇനിയിപ്പം ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പെഷഡോടുകൂടി തന്നെ നന്നായിട്ട് അങ്ങ് അരച്ചിട്ട് പെഷഡോടുകൂടി തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വയറിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് അരിച്ചിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മൊത്തം ഇട്ട് കൊടുത്ത പഞ്ചസാര 3 ടേബിൾ സ്പൂണാണ്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, രണ്ടും ഞാൻ ട്രൈ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ജ്യൂസ് ഉപ്പിൻ്റെ കൂടെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് ഉപ്പിട്ട്, ഉപ്പാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോഷമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പം നമ്മൾ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അത് തണുപ്പിക്കാൻ വെക്കാമേ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ഇട്ട് യൂസ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു സ്മൂത്തിന്നോ മിൽക്ക് ഷേക്കെന്നോ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നല്ല വേറെ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ഞിപ്പുല്ലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ. നിങ്ങൾക്കറിയാലോ, ഈ വിസ്ക് ഇട്ടിട്ട് കലക്കുമ്പോഴേക്കും പെട്ടെന്ന് കട്ടയോടെയും, നമുക്കിപ്പം ഗോതമ്പ് ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കലക്കാനായിട്ട്, ആ കട്ടയോടയാനായിട്ട് ഏറ്റവും നല്ലത് വിസ്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആദ്യം 1/2 കപ്പ് ഒഴിച്ചു. ഇപ്പം ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ കലക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, അതങ്ങനെ ഒന്ന് കലക്കി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ആ റാഗിയുടെ പൊടിയെല്ലാം അങ്ങ് അടിഞ്ഞു പോകത്തില്ലേ. ഞാനിതൊന്നും അധികം ചെയ്ത് പരിചയമില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയലി സോറി. പിന്നെ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നിങ്ങളിത് കുറുക്കുകയും ചെയ്യാവുള്ളൂ. കാരണം പെട്ടെന്ന് ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ കുറുകും. പക്ഷേ ആ പഞ്ഞിപ്പുല്ല് കുക്കാവത്തില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് വേണം ഇത് കുറുക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് കുറുക്കി കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കണേ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. നിങ്ങളിത് ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പെട്ടെന്ന് അവിടെ ഇവിടെ അങ്ങ് കട്ട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലടം വേവും, ചിലടത്തെ ആ ഒരു പഞ്ഞിപ്പുല്ല് വേവാതിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ, ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 2 ഡ്രിങ്കും യാതൊരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് ഡയറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഇതിനകത്ത് ദോഷമുള്ളതായിട്ട് ആകെപ്പാടെ പഞ്ചസാരയും പിന്നെ ഞാൻ ഈ ഒരു ഷേക്കിനകത്ത് തേൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് 3 പഴത്തിൻ്റെ മധുരമുണ്ട്, ഡേറ്റ്സിൻ്റെ മധുരമുണ്ട്, അതിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ.
പിന്നെ ഞാൻ മധുരം വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാലോ ക്യാരറ്റ്, ബീട്രൂട്ട്, ടൊമാറ്റോ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇതിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും കാഷ്യൂ നട്ട്സും എല്ലാം ചേർക്കുന്നുണ്ട്. അത് എത്രയൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് പറഞ്ഞു തരാമേ. ഇപ്പം നല്ല കറക്റ്റായിട്ട് നമ്മുടെ പഞ്ഞിപ്പുല്ല് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് തണുക്കട്ടെ അല്ലേ. ഇപ്പോൾ ചെറിയ ഗ്ലാസ് ബൗളിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 ആൽമണ്ട്സും 6 കാഷ്യൂ നട്ട്സും 6 ഡേറ്റ്സുമാണ്. ആ ഡേറ്റ്സിൻ്റെ ഒന്ന് കുരു കളഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് തലേന്ന് തന്നെ നിങ്ങൾ അത് സോക്ക് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് കുടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇതേ ഷേക്കല്ല, നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ കുതിർത്ത് വെക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ റാഗി എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പാളയംകോടൻ പഴമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റോബസ്റ്റയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ റോബസ്റ്റ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ആദ്യം 2 പഴം ചേർത്തു, പക്ഷേ അതിന് മധുരം ഇച്ചിരി കൂടെ ആവാമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 1 പഴവും കൂടെ ഏറ്റവും അവസാനം ഇട്ടു. ഇപ്പം ഞാൻ 2 എണ്ണമാണ് ഇടുന്നത് കേട്ടോ. ആ പഴം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരിച്ചിരി കളർ കിട്ടാനും നല്ല കുറച്ചൊരു ഗുണമാവുമല്ലോ, അതുകൊണ്ട് ഒരു 1/3 കപ്പ് ചെറുതായിട്ട് മുറിച്ച് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് കേൾക്കാറില്ലേ, പല കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമെന്ന്. അപ്പം അതിൻ്റെ കൂടെ ഒരു 1/3 കപ്പ് ചെറുതായിട്ട് ക്യൂബാക്കിയ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് 1 കവറ് മിൽമയുടെ പാല് 1/4 ഭാഗവും ഫ്രീസ് ആയതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഏതാണ്ട് ഒരു 250-300 ml ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ലൈമും കൂടെ അല്ലേ, അപ്പം അത് 3ഉം കൂടെ തന്നെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അതിൻ്റെ തിൻ സ്ലൈസസ് മുറിച്ചിട്ട് ആ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓരോ വട്ടത്തിലുള്ള പീസിൻ്റെയും പകുതി വരെ മുറിച്ച് കൊടുത്തിട്ട് ഗ്ലാസിൻ്റെ സൈഡിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ ബീട്രൂട്ടും അതിൻ്റെ മുമ്പിൽ നാരങ്ങ മുറിച്ചത്, അതിൻ്റെ മുമ്പിലായിട്ട് ക്യാരറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് നമ്മൾ പഞ്ഞിപ്പുല്ല് കുറുക്കിയതും ഡ്രൈ ഫ്രൂട്ട്സും പഴവും തേനും ഒക്കെ ഇട്ട് അടിച്ചെടുത്ത സ്മൂത്തി ഇല്ലേ, അതാണ്. പിന്നെ അതിൽ ഓരോന്നിലും ഈ 2 ക്യൂബ് ഐസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോയും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെയൊക്കെ ജ്യൂസ് എടുത്തത്, വെജിറ്റബിൾസ് എല്ലാം കൊണ്ടുള്ള ജ്യൂസ് എടുത്തത് ഞാൻ അരിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ആ വെജിറ്റബിൾസൊക്കെ അടിച്ചതിൻ്റെ ആ ഒരു പെഷറോടുകൂടി തന്നെ അരിക്കാതെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വയറിനും ശരീരത്തിനും നല്ലത് കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് 2 ചെറിയ പുതിന ഇലയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്